ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ ഓവർസീസ് പ്രൈസൽ കളക്ഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് കളക്ഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. USA, കാനഡ, ഗൾഫ് ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളിലെ സിനിമയുടെ വളരെ കുറച്ച് തിയേറ്ററുകളിലെ ബുക്കിംഗ് മാത്രമേ ആരംഭിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോഴത്തെ ആ ഒരു ബുക്കിംഗ് കളക്ഷൻ കൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടെ 1 കോടിയിലധികം ഓവർസീസ് പ്രൈസൽ കളക്ഷൻ കടന്ന സിനിമ ഇപ്പോഴത്തെ $130,000 ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുത്തിരിക്കുന്നു എന്നാണ് അപ്ഡേറ്റഡ് കണക്ക്. $130,000 എന്ന് പറയുമ്പോൾ 1,10,00,000 രൂപയാണ് സിനിമ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ 10 ദിവസങ്ങൾ ബാക്കി നിൽക്കവേ തന്നെ 1 കോടിയിലധികം കളക്ഷൻ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകം ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഗൾഫ് നാടുകളിലെ ബുക്കിംഗ് അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. കേരളത്തിലെ ബുക്കിംഗ് ഈ വീക്കെൻഡിന് മുന്നേ തന്നെ ആരംഭിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഗൾഫ് എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ USA, കാനഡ മേഖല. എന്തായാലും ആ മേഖലയിൽ തന്നെ ഗംഭീര തുടക്കം സിനിമ നേടിയെടുക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഗൾഫ്, കേരള ഉൾപ്പെടെയുള്ള നാടുകളിലെ പ്രൈസൽ കളക്ഷൻ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്. ഇതിനിടയിൽ എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ ഇന്ന് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഗലാട്ടയ്ക്ക് പൃഥ്വിരാജ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാകുന്നത് എമ്പുരാൻ ലൂസിഫർ കാണാതെ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് ആദ്യമായിട്ട് എമ്പുരാൻ കാണുന്നവർക്കും ഇഷ്ടമാകും എന്നൊരു അഭിപ്രായമാണ് പൃഥ്വിരാജ് പറയുന്നത്. ഇതിനിടയിൽ ഇതുവരെ ആർക്കും അറിയാതിരുന്ന ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് കൂടി പൃഥ്വിരാജ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിൽ കോവിഡ് കാലത്ത് OTTയിൽ റിലീസ് ചെയ്ത ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തരംഗമായി മാറിയ ബ്രോഡാഡി. ഇപ്പോഴത്തെ ആ ബ്രോഡാഡി ആദ്യം പൃഥ്വിരാജ് പറഞ്ഞത് ലാലേട്ടനോടല്ല മമ്മൂക്കിയോടാണ് എന്നൊരു റിപ്പോർട്ടാണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത്. എന്നാൽ മമ്മൂക്കിക്ക് ഉടനെ ആ സമയത്ത് സിനിമ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് വെളിപ്പെടുത്തിയതോടെ, എന്നാൽ പൃഥ്വിരാജിന് ആ കോവിഡ് കാലത്തെ ഈ സിനിമ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതോടെ മമ്മൂക്കിയെ മാറ്റി ലാലേട്ടനെ കൊണ്ടുവരികയായിരുന്നു. മമ്മൂട്ടിയുമൊത്തുള്ള സിനിമയായിരുന്നെങ്കിൽ പാലായിൽ നടക്കുന്ന കഥയായിട്ടും ഒപ്പം തന്നെ ഒരു കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈലിൽ മമ്മൂട്ടിയെ പ്രസന്റ് ചെയ്യാനായിട്ടായിരുന്നു താൻ ആഗ്രഹിച്ചത് എന്നാണ് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ബ്രോഡാഡിക്ക് പകരം മമ്മൂട്ടി അന്നേരം ചെയ്തത് ജോർജിന്റെ സിനിമയാണ്, അതായത് പുഴു എന്ന സിനിമയാണ് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ വന്നിട്ട് ഒരുപാട് നാളായല്ലോ. ഏതാണ് അവസാനത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.